ഇന്ന് നമ്മുടെ അപ്പണി സ്കൂൾ വിട്ട് വരുമ്പോൾ അവന് ഇഷ്ടമുള്ള അട ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ തേങ്ങയും പഞ്ചസാര എടുത്തിട്ടോ. വേണമെങ്കിൽ നമുക്ക് ഏലക്കൊക്കെ ഇടാം. നമ്മുടെ അപ്പുണ്ണിക്ക് അതിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഏലക്കൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഏകദേശം പൂരി ഉണ്ടാക്കുന്ന വലുപ്പത്തിൽ ദേ ഇങ്ങനെ പ്രസ് ചെയ്ത് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മടക്കി പൊതിഞ്ഞെടുക്കാം കേട്ടോ. ദേ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അധികവും ഇങ്ങനെയാണ് കേട്ടോ അട ഉണ്ടാക്കാറ്. അങ്ങനെ എല്ലാം നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിപ്പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അട ഇവിടെ റെഡി ആക്കി കേട്ടോ. ഇന്ന് നമ്മുടെ അപ്പുണ്ണി വളരെ സന്തോഷവാനായിരിക്കും ഈ അട കാണുമ്പോൾ. അങ്ങനെ ദേ ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ അടയെല്ലാം സെറ്റാക്കി വെച്ചു, ആവി കയറ്റി വേവിച്ചെടുത്തിട്ടോ. വേവെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയൊരു ചൂടോട് കൂടിയിട്ട് അട കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഉണ്ടാക്കിയ പാടം ഒരെണ്ണെടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. ടേസ്റ്റിനൊന്നും ഒരു കുറവും ഇല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവനും അടയെല്ലാം കൊടുത്തു. അവൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ തുള്ളിട്ടാ.